പെരുന്നാളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ചെറിയൊരു പനിയും ജലദോഷമൊക്കെ പിടിച്ചു കേട്ടോ. ചെറുതായിട്ടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്, എന്നാലും ആ സൗണ്ട് അങ്ങോട്ട് പുറത്തേക്ക് വന്നിട്ടില്ല. സൗണ്ടൊക്കെ ഒന്ന് തിരിച്ചു കിട്ടിയിട്ട് വീഡിയോ ഇടാലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴേക്കും അടുത്ത പെരുന്നാളാവും. കാരണം എപ്പോൾ നാട്ടിൽ പോയി വന്നാലും ഇതാണ് അവസ്ഥ. കാരണം ക്ലൈമറ്റ് ചേഞ്ച് ആകുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെ പെരുന്നാളിൻ്റെ ദിവസം എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ആ ഒരു സമയത്ത് നമുക്ക് ഒന്നുമല്ലല്ലോ, ഫുള്ള് ആ ഒരു സന്തോഷവും കുട്ടികളും ഫാമിലിയും എല്ലാവരും ഉണ്ടാവും. നമ്മൾ ആ ഒരു ഉച്ച വരെ ആ ഒരു പരിപാടിയിലായിരുന്നു. പിന്നെ ഇപ്രാവശ്യത്തെ പെരുന്നാൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ രാവിലത്തെ പെരുന്നാൾ നിസ്കാരവും അതേപോലെ തന്നെ ജുമാ നിസ്കാരം ഉള്ളതിൻ്റെ കുറച്ച് ഓട്ടപ്പാച്ചിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്ന ഉടനെ നമ്മളെല്ലാവരും കൂടെ നമ്മുടെ തൊട്ടടുത്തുള്ള അമ്മയുടെ വീട്ടിലൊക്കെ ഒന്ന് കൂടി, പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഫോട്ടോ സെഷനും കാര്യങ്ങളൊക്കെ തുടങ്ങി. ഈ ഫോട്ടോ സെഷൻ ഒരു മസ്റ്റാട്ടോ. പിന്നെ ഫോട്ടോ എടുത്തു കൊടുക്കുന്നത് എൻ്റെ സ്വന്തം കെട്ടിയവനാണ്. പുള്ളിയാണ് എല്ലാത്തിൻ്റെ ഫോട്ടോഗ്രാഫറും വീഡിയോഗ്രാഫറും ഒക്കെ. പിന്നെ അത് മാത്രമല്ല, ഈ കൂട്ടത്തിൽ ഏറ്റവും ചെറുത് എന്ന് പറയുന്നത് നമ്മുടെ സൈദീന് എന്താണെന്നില്ല പതിവില്ലാണ്ട് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. നമ്മൾ എന്തൊക്കെ ചെയ്തിട്ട് അങ്ങോട്ട് അടങ്ങുന്നുണ്ടായിരുന്നില്ല. അവസാനം ഒരു ചോക്ലേറ്റ് ഒക്കെ കൊടുത്തിട്ട് നമ്മളങ്ങോട്ട് ഒതുക്കി. അങ്ങനെ ഈ വർഷത്തെ നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഇത് എനിക്ക് കിട്ടിയതിൻ്റെ ഒരു സന്തോഷം ഉണ്ട് കേട്ടോ. ആ സമയത്ത് ഇങ്ങനെ കിടപ്പായി പോയില്ലല്ലോ. അടുത്ത വിശേഷം അറിയാനായിട്ട് സ്റ്റേ ട്യൂൺഡ്.